ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. തെളിഞ്ഞ കാലാവസ്ഥയാണ് സന്നിധാനത്ത്. കാനനപാതയിലെ യാത്രാ നിരോധനം തുടരുകയാണ്. അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. ഗുഡ് ഈവനിംഗ് അർജുൻ മട്ടന്നൂർ. ഇപ്പോൾ സന്നിധാനത്തെ കാലാവസ്ഥ എങ്ങനെ? തിരക്കുണ്ടോ? ഗുഡ് ഈവനിംഗ് സുജയ. തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് മഴ ഒട്ടും തന്നെ ഇല്ല. ഇന്നലെ രാത്രിയൊക്കെ തന്നെ മഴ പെയ്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ പൂർണ്ണമായും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഏതാണ്ട് 60,000-ഓളം തീർത്ഥാടകർ ഇതുവരെ ഇന്ന് സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും നിരവധി തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ കാനനപാതയിലൂടെയുള്ള യാത്രാ നിരോധനം ഇപ്പോഴും തുടരുകയാണ്. അതായത് സത്രം പുല്ലുമേട് വഴിയും അതോടൊപ്പം തന്നെ എരുമേലിയിൽ നിന്ന് കരിമല വഴിയുമുള്ള യാത്രാ നിരോധനം ഇപ്പോഴും തുടരുകയാണ്. വനത്തിനുള്ളിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടത്തിവിടാൻ കഴിയില്ല എന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കാനനപാതയിലൂടെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കടത്തിവിടരുത് എന്ന് ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ പമ്പ വഴി മാത്രമാണ് തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ തീർത്ഥാടകരെ കുഴക്കിയത് ഡോളി സമരമായിരുന്നു. ഡോളി തൊഴിലാളികൾ ഇന്ന് അപ്രതീക്ഷിതമായി സമരം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ADMന്റെ നേതൃത്വം നടത്തിയ ചർച്ചയിൽ ആ സമരം പിൻവലിക്കുകയും ചെയ്തു. അതായത് പ്രീപെയ്ഡ് ഡോളി സർവീസ് തുടങ്ങാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെയാണ് ഇന്ന് രാവിലെ ഡോളി തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. അവരുടെ ആവശ്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് കൂടുതൽ ചർച്ചകളൊന്നും തന്നെ നടത്താതെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുന്നു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഡോളി തൊഴിലാളികൾ പമ്പയിൽ സമരം തുടങ്ങിയത്. പിന്നീട് ADM നേരിട്ട് ചർച്ച നടത്തുകയും മറ്റ് ചർച്ചകളിലൂടെ മാത്രമേ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തൂ എന്ന് ഉറപ്പും നൽകി. അതിനുശേഷമാണ് അവർ സമരം പിൻവലിച്ചിരിക്കുന്നത്. എന്തായാലും തീർത്ഥാടകർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ദീപാരാധന ആരംഭിക്കും.